എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഉണ്ടാ നമ്മുടെ നന്ദപ്പാൻ നിന്ന് ആടണണ്ട. ആ എന്നാടാ നിൻ്റെ മൂക്കടിച്ച് പരത്തി ഞാനേ. ആ ബടി എടുക്കണ ബടി എടുക്കണ. ആ എന്നാൽ മര്യാദക്കില്ലേ പിന്നെ ഈ ആന അഴിച്ചപ്പോൾ കുറേ ആൾക്കാർ ഒറ്റപ്പാളി ആനയാണ്, ഇത് നന്നാവൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അത് പറഞ്ഞത് കറക്റ്റാണ്. ഇതിങ്ങനെ വണ്ടുപുറം പോലെ ഇങ്ങനെ മറ്റുള്ള ആനകളൊക്കെ നടക്കണ പോലെ ഇങ്ങനെ നല്ല ശരീരമായിട്ട് ഇങ്ങനെ തുമ്പി നടക്കുന്നു. ഇപ്പോൾ കുട്ടിയാനകൾ നടക്കണ പോലെ പറ്റി അത്യാവശ്യം പ്രായമുള്ള ആനകൾ നടക്കല്. ഇതൊക്കെ അത്യാവശ്യം പ്രായമുള്ള ആനകളാണ്. ആ പ്രായമുള്ള ആനേനെ യൗവനത്തിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ആന നന്നാവൂല, ഒറ്റപ്പാളി ആനയാണ്, നന്നാക്കി കാണിക്ക്. പിന്നെ ഭയങ്കരമായ കുറ്റങ്ങളും കുറവുകളും അതും ഇതൊക്കെയാണ്. ഈ ഇങ്ങനെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് വിലയിരുത്തുന്ന ആൾക്കാർ ഒരു ദിവസം ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ കൂടെ ഒരു ദിവസമെങ്കിലും കഷ്ടപ്പെടുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഇത്തിരി ശരീരം ഇല്ലാത്ത ആനകളൊക്കെ ഇപ്പോൾ ഒറ്റപ്പാളി ആനയാണ്. അങ്ങനെയൊന്നുമല്ല, ഒരാന നന്നായി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുതലാളി നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നമ്മുടെ കൂടെ നമുക്ക് നല്ലൊരു ഡോക്ടറുടെ സേവനം. ഞാനൊരു കാര്യം പറഞ്ഞു, എന്താ എൻ്റെ മോന് വേണ്ടേ? പുള്ളി ഇവിടെ വളരെ ഹാപ്പിയാണ്. പുള്ളി സന്തോഷമായിട്ട് ഇങ്ങനെ ആടി കളിച്ച് രാവിലെ ഇപ്പോൾ നേരം വളർന്നിട്ട് ഇപ്പോൾ 7 മണി കഴിഞ്ഞുള്ളൂ. രാവിലെ തന്നെ എണീറ്റ് പുള്ളി ഇത്ര ഉഷാറോട് കൂടിയിട്ട് അങ്ങനെ ആടി ആളുടെ ഇഷ്ടത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആന അത്രയും ഇവിടെ സന്തോഷവാനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും സന്തോഷത്തിൽ ഈ ആന ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ നോക്കുന്നുമുണ്ട്. അത്യാവശ്യം കേടുകളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടി. ഇപ്പോൾ കുറ്റം കുറവും പറയണ ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊക്കെ കുറ്റം പറയാനേ പറ്റുള്ളൂ. ഈ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആ മരുന്ന് ആനയ്ക്ക് അരച്ചു കൊടുക്കണം, ഈ മരുന്ന് ആനയ്ക്ക് അരച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ ഈ അവിടെ ഇവിടെ കേട്ട കാര്യങ്ങളൊന്നും വന്ന് ഇവിടെ വന്ന് പറയണ്ട. ആനയെ സംരക്ഷിക്കാനും ആനയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഇതിന് പറ്റിയ ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുതലാളി പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് സാധനം വേണമെങ്കിലും അത് അപ്പോൾ ആനയ്ക്ക് ഇവിടെ എത്തിച്ചു തരും. എന്നാലൊക്കെ ആനകൾ നന്നായി കയറി വരണമെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലാ ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരാന നന്നാവണമെങ്കിൽ ആദ്യം അതിൻ്റെ മുതലാളി, കാരണം ഇതിന് കൊടുക്കേണ്ട സാധനങ്ങളുണ്ട്, ഇതിന് കൊടുക്കേണ്ട മരുന്നുകളാണെങ്കിലും ഇതിന് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ആണെങ്കിലും മുടങ്ങാതെ അത് കറക്റ്റായിട്ട് നമുക്കത് തന്നാൽ മാത്രമേ നമുക്ക് ആനയെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഒന്നും മിണ്ടാതെ വെക്കാവോ? ഞാൻ അവിടെ രാവിലെ തൊട്ട് പുള്ളി ആയിക്കോട്ടെ. ഞാൻ എന്തായാലും ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്യാമല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് വേറൊന്നുമല്ല, ഇങ്ങനെ ഇത് നന്നാവില്ല, ഒറ്റപ്പാളി ആനയാണ്, നന്നാക്കി കാണിക്കി എന്നൊക്കെ. നന്നായി എന്ന് പറഞ്ഞാൽ അതാ ഞാൻ എൻ്റെ കണ്ടീഷനിൽ അത്ര നന്നായിട്ടില്ലെങ്കിലും ആനയ്ക്ക് ഒരു ക്ഷീണം മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുറ്റം പറഞ്ഞ ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ആലോചിച്ചതാണ്. PMൽ വന്നിട്ട് ഒരാളിപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ അപ്പം അതിനെ ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്ന് മെസ്സേജ് അയച്ച ചേട്ടാ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പാലക്കാട് പുത്തൂരിൽ നിന്ന് തന്നെയാണ് വന്നത്. അവരവിടെ നോക്കിക്കൊണ്ടിരുന്നത് ഭയങ്കര എന്തോ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനോ അതിനോ ഒന്നും അല്ലെങ്കിൽ പുത്തൂരുള്ള ആന മുതലാളിയോ അല്ലെങ്കിൽ ആൾക്കാരോ അല്ലെങ്കിൽ ആദ്യം നമ്മളൊന്നും പറയണില്ല. പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഈ ആന കയറിക്കൊണ്ടിരുന്ന കൂട്ടുകാരനൊക്കെ നമ്മളറിയുന്ന പിള്ളേരും നമ്മുടെ ആൾക്കാരും അറിയിക്കും. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ നിങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കണക്കണമെന്ന് വർത്താനം പറഞ്ഞ് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ കാര്യം നോക്കി പോകാം. ഇനിയിപ്പോൾ ഞാൻ തന്നെ കാണിച്ചു തന്നേക്കാം കേട്ടോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ഇതിലെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു PMൽ വന്നിട്ടൊരു ചേട്ടൻ പറയുക ഞങ്ങൾ നോക്കുന്ന രീതി ശരിയല്ല എന്നാണ്. പുത്തൂർ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നോക്കിയാർന്നാണ്, നിങ്ങൾ മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്നാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഞങ്ങൾ നോക്കാത്ത ആനയാണോ ഈ നിൽക്കുന്നത്? ഇവരോടൊക്കെ ഞാനിപ്പോൾ എങ്ങനെയും മറുപടി പറയണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പട്ടിക്കുഞ്ഞ് വന്നപ്പോൾ അതിനൊരു തൊഴി കൊടുത്തതാണ്. അത് പാപം
ഇത് എവിടുന്ന് വന്ന് പെടണാണോ? ഇതൊക്കെ എങ്ങനെയാണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? പോടൂ. അപ്പോൾ ആയിക്കോട്ടെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. Hey.